എല്ലാവർക്കും മിത്ത് ഓഫ് കൊമേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണ് തിയറി ബിൽഡിംഗ്, എന്താണ് ഡിഡക്ഷൻ, എന്താണ് ഇൻഡക്ഷൻ, എന്തൊക്കെയാണ് ഡിഡക്ഷനും ഇൻഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്. അപ്പൊ ആദ്യത്തെ ടോപ്പിക് ആയിട്ടുള്ള തിയറി ബിൽഡിംഗ് എന്താണെന്നുള്ളത് നോക്കാം. തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളത്, തിയറി എന്ന വാക്ക് ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള തിയറിയോ എന്ന വാക്കിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ആ തിയറി എന്ന് പറയുന്ന ആ വാക്കിന്റെ മീനിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെക്കുലേഷൻ അതല്ലെങ്കിൽ കണ്ടംപ്റ്റേഷൻ എന്നാണ് അർത്ഥം വരുന്നത്. അതായത് എന്തെങ്കിലും നമ്മൾ ഊഹിക്കുക എന്തായിരിക്കും അത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഊഹത്തോട് കൂടി നടത്തുന്നതാണ് തിയറി എന്ന് പറയുന്നത്. ഇപ്പൊ ട്രഡീഷണലി തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഒരു സെറ്റ് എഗെയിൻസ്റ്റ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, അതിനെയാണ് നമ്മൾ തിയറി എന്ന് പറയുന്നത്. അതിന് നമ്മൾ പ്രാക്ടീസ് എന്നും കൂടി പറയും. അങ്ങനെ പറയുമ്പോൾ പ്രാക്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഡൂയിങ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പ്രാക്ടീസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സെറ്റ് എഗെയിൻസ്റ്റ് സംതിങ് എന്ന് പറയുന്നതും കൂടി ചേരുമ്പോഴാണ് തിയറി ആവുന്നത്. ഇനി നെക്സ്റ്റ് ഈ തിയറി എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എന്താന്നുള്ളത് നോക്കാം. ഡുബിന്റെ ഡെഫിനിഷൻ പ്രകാരം a researcher is trying to provide a representation of just some of the aspects of real world phenomenon. അതായത് ഒരു റിസർച്ചർ ട്രൈ ചെയ്യാണ് ടു റെപ്രസെന്റ് ജസ്റ്റ് സം ഓഫ് ദ ആസ്പെക്ട്സ്, ഒരു ആസ്പെക്റ്റിനെ ചില വേർഡ് ഓഫ് ഫിനോമിന ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യുക. അതായത് ഒരു കാര്യത്തിനെ ഒരു വേർഡ് ആക്കിയിട്ട് ആ സംഭവം എന്താണ് എന്ന് നിർവചിക്കുക എന്നുള്ള ആ ഒരു പ്രോസസ്സാണ് റിസർച്ചർ ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ തിയറി എന്ന് പറയുന്നത് എന്നാണ് ഡുബിൻ പറയുന്നത്. ഒരുപാട് തിയറിന്റെ ഒരുപാട് ഡെഫിനിഷൻസ് ഉണ്ട്. അതിൽ ഒരു ചെറിയൊരു പഠിക്കാൻ എളുപ്പമുള്ള ഒരു ഡെഫിനിഷനാണ് ഡുബിന്റെ ഈ ഒരു ഡെഫിനിഷൻ. ഇനി എ തിയറി എക്സ്പ്ലെയിൻസ് ആൻഡ് പ്രെഡിക്റ്റ് അബൌട്ട് എ ഫിനോമിന. ഒരു തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണോ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അതിനെ കുറിച്ച് പ്രെഡിക്റ്റ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ സ്പെസിഫൈസ് കാഷ്വൽ റിലേഷൻഷിപ്പ് എമംഗ് വേരിയബിൾസ്. വേരിയബിൾസ് തമ്മിലുള്ള ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനെയും കൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് തിയറി. ഇറ്റ് ക്യാൻ ബി എ സെറ്റ് ഓഫ് ഹൈപ്പോത്തിസിസ്. ഒരു കൂട്ടം ഹൈപ്പോത്തിസുകളാണ് എന്ന് പറയുന്നത് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് തിയറിക്ക് പറയുന്ന മറ്റൊരു എക്സ്പ്ലനേഷൻ. നെക്സ്റ്റ്, a good theory is a set of relations among concepts within a set of assumption constraints. കൺസെപ്റ്റ്സും കൺസ്ട്രെയിൻസും തമ്മിലുള്ള ആ ഒരു സെറ്റ് ഓഫ് അസംഷനെയാണ് നമ്മൾ അത് തമ്മിലുള്ള, അതായത് കൺസെപ്റ്റും കൺസ്ട്രെയിൻസും തമ്മിലുള്ള ഒരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് റിലേഷൻസിനെയാണ് നമ്മൾ, ആ സ്റ്റേറ്റ്മെന്റ് പെർഫെക്റ്റ് ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ നല്ലൊരു തിയറി എന്നാണ് പറയാം. ഒരു തിയറി പെർഫെക്റ്റ് ആവണമെങ്കിൽ അതിനകത്ത് രണ്ട് പെർപ്പസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ടു ഫോൾഡ് ഓഫ് പെർപ്പസ് ആണ് പറയുന്നത്. ഒന്നാമത്തത് ടു കമ്മ്യൂണിക്കേറ്റ്, പ്രോപ്പർ ആയിട്ട് ക്ലിയർ ആയിട്ട് എന്താന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. രണ്ടാമത്തത് ടു ഓർഗനൈസ്, പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്യുക, അത് കറക്റ്റ് ആയിട്ട് സ്ട്രിംഗ്ലിംഗ് ചെയ്യുക, അതായത് കറക്റ്റ് ആയിട്ട് അറേഞ്ച്മെന്റ്സ് ചെയ്യുക. ഇത് രണ്ടും, ഈ ടു ഫോൾഡ്സുകളും കൂടി ഉണ്ടെങ്കിൽ ആ ഒരു തിയറി എന്ന് പറയുന്നത് ഗുഡ് ആണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് എന്താണ് തിയറി, തിയറി ബിൽഡിംഗ് എന്തൊക്കെയാന്നുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള എന്താണ് ഡിഡക്ഷൻ, എന്താണ് ഇൻഡക്ഷൻ അപ്രോച്ച് എന്നുള്ളത് പറയാം. അപ്പൊ ആദ്യം നമ്മൾ എന്തൊക്കെയാണ് ഇതിനകത്ത് ഈ രണ്ട് മെത്തേഡ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം. ഈ ഒരു റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ റിസർച്ച് ദ കൺക്ലൂഷൻ ആർ ബേസ്ഡ് ഓൺ ടു മെത്തേഡ്സ്. ഒരു റിസർച്ചിൽ കൺക്ലൂഷൻ നമ്മൾ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആ രണ്ട് മെത്തേഡുകളാണ് ഈ പറഞ്ഞിട്ടുള്ള ഡിഡക്ഷനും ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ബോത്ത് ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ റിസർച്ച് പ്രോജക്ട്സ്. റിസർച്ചിന്റെ പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ വൈഡ്ലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ഈ രണ്ട് മെത്തേഡും. ദിസ് ടൈപ്പ് ഓഫ് റിസർച്ച് ഈസ് ടു അണ്ടർസ്റ്റാൻഡ്, എക്സ്പ്ലെയിൻ ആൻഡ് പ്രെഡിക്റ്റ് ബിസിനസ് ഫിനോമിനൻ. നമുക്ക് മനസ്സിലാക്കാനും എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. The rational process of both deduction and induction is also useful for the research studies. ഈ ഇൻഡക്ഷനും ഡിഡക്ഷന്റെയും സ്റ്റഡീസ് നമുക്ക് റിസർച്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും.
ബോത്ത് പ്രോസസ് ആർ ഓഫൺ യൂസ്ഡ് സൈമൾട്ടേനിയസ്ലി. രണ്ട് പ്രോസസ്സിനെയും നമ്മൾ ഒരേ സമയം തന്നെ നമ്മൾ ഉപയോഗിക്കലുണ്ട്. അപ്പൊ അതാണ് ഇൻഡക്ഷനും ഡിഡക്ഷന്റെയും ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവാം. ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഡിഡക്ഷൻ എന്താണെന്നുള്ളത് നോക്കാം. ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഫോളോസ് ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുന്നത് ടോപ്പിൽ നിന്നും ഡൗണിലേക്ക്, മുകളിൽ നിന്നും ഡൗണിലേക്ക്, മുകളിൽ നിന്നും താഴേക്ക്, അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള കാര്യത്തിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിലേക്ക്. അതുപോലെ തന്നെ ഈ ഒരു തിയറി മാക്സിമം ചെയ്യാൻ നോക്കുന്നത് എന്താ വെച്ചാൽ കിട്ടുന്ന ഇൻഫോർമേഷൻ ബേസ് ചെയ്തുകൊണ്ട് ആ കിട്ടുന്ന ഇൻഫോർമേഷൻസ് ബേസ് ചെയ്തിട്ട് പ്രൂവ് ചെയ്യാണ് ആ ഒരു തിയറി, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാണ് കിട്ടുന്ന അവൈലബിൾ ഇൻഫോർമേഷൻ വെച്ചിട്ട് ഈ ഒരു തിയറി ചെയ്യുന്നത്. എന്താണ് നമ്മൾ എന്ത് തിയറിയാണോ നമ്മൾ ചെയ്തിട്ടുള്ളത് അത് കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിഡക്ഷൻ തിയറിന്റെ ഒരു ഡെഫിനിഷൻ ആണ് അടുത്ത് പറയുന്നത്. അരിസ്റ്റോട്ടിൽ ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണ്. അവരുടെ ഒരു ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. അയാൾ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് കൺക്ലൂഷൻ ബൈ അപ്ലൈയിങ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ലോജിക്കലി മൂവിംഗ് ഫ്രം എ ജനറൽ റൂൾ ഓർ പ്രിൻസിപ്പിൾ ടു സ്പെസിഫിക് സൊല്യൂഷൻ. ജനറൽ ആയിട്ടുള്ള ഒരു റൂള് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യാണ് കിട്ടുന്ന റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഒരു കൺക്ലൂഷൻ നമ്മൾ എത്തിക്കുമ്പോൾ അങ്ങനെ നമ്മൾ ലോജിക്കലി ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ ഡിഡക്ഷൻ എന്ന് പറയുന്നതാണ് അരിസ്റ്റോട്ടിൽ പറഞ്ഞത്. നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇതിൽ ചില റൂൾസും റെഗുലേഷൻസും നമ്മൾ പ്രിൻസിപ്പിൾസും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു ഡിഡക്ഷൻ എന്ന് പറയുന്ന തിയറി ഉണ്ടായിട്ടുള്ളതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റിസർച്ചിങ് എ കൺക്ലൂഷൻ ദാറ്റ് ഈസ് ഗ്യാരണ്ടീങ് ടു ഫോളോ. നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ റീച്ച് ചെയ്യാണ് ചെയ്യുന്നത്, നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് റീച്ചിങ്, നമ്മൾ എത്തുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഫ് ദ എവിഡൻസ് പ്രൊവൈഡഡ് ഈസ് ട്രൂ, നമുക്ക് തന്നിട്ടുള്ള എവിഡൻസ് ട്രൂ ആണെങ്കിൽ ആൻഡ് ദ റീസൺസ് യൂസ്ഡ് ഫോർ to reach this conclusion is correct. നമുക്ക് തന്നിട്ടുള്ള എവിഡൻസ് ട്രൂ ആണെങ്കിൽ നമ്മൾ റീസണിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ തന്നെ എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് ഈസ് എ റീസണിങ് പ്രോസസ് ഓഫ് അപ്ലൈയിങ് എ ജനറൽ ആക്സെപ്റ്റഡ് പ്രിൻസിപ്പിൾ ടു എ സ്പെസിഫിക് ഇൻഡിവിജ്വൽ കേസ്. ജനറൽ ആയിട്ട് അംഗീകരിച്ച ഒരു സംഭവത്തിന് നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കേസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു റീസണിങ് ആയിട്ടുള്ള ഒരു കേസ് ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് അണ്ടർ ദ ജനറൽ പ്രിൻസിപ്പിളിൽ വരുന്ന കാര്യങ്ങളെ സ്പെസിഫിക്കിലേക്ക് നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. ഒരു മൊത്തത്തിൽ വരുന്ന കാര്യത്തിന് ഒരു കേസ് മാത്രം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ കേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റീസണിങ് ആണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ ഫോർ ദ ഡിഡക്ഷൻ ടു ബി കറക്റ്റ്, ഡിഡക്ഷൻ കറക്റ്റ് ആവണമെങ്കിൽ നമ്മളെ റീസണും നമ്മളെ കൺക്ലൂഷനും ട്രൂ ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം. നമ്മളെ കൺക്ലൂഷനും റീസണും ട്രൂവും വാലിഡും ആണെങ്കിൽ നമ്മളെ ഡിഡക്ഷനും എന്തായിരിക്കും കറക്റ്റ് ആയിരിക്കും. ഇനി ഈ ഒരു ഡിഡക്ഷൻ കോഡിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു പ്രിമിസസിൽ ഒരു രാജീവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് രത്നം ഫിനാൻസ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നുള്ള ഒരു പ്രിമിസ്. രണ്ടാമത്തത് ഈ രാജീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എത്തിക്കൽ കോഡൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അയാളെ വിശ്വസിക്കാൻ പറ്റും. അയാളെ എത്തിക്കൽ കോഡ്സ് ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വിശ്വസിക്കാൻ പറ്റും. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സുകളാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു കേസ് നമ്മൾ എങ്ങനെ വെച്ചാൽ ഹിയർ ഇഫ് വി ബിലീവ് ദാറ്റ് രാജീവ് ക്യാൻ ബി ട്രസ്റ്റഡ്, നമ്മൾ രാജീവിനെ വിശ്വസിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിൽ then we can think that this is sound conclusion, നല്ലൊരു കൺക്ലൂഷൻ ആണ്. അതായത് നമ്മൾ രാജീവിനെ വിശ്വസിക്കാൻ പറ്റുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ സൗണ്ട് കൺക്ലൂഷൻ എന്ന് പറയും. പക്ഷേ ബട്ട് ദ കൺക്ലൂഷൻ cannot be accepted as a ഗുഡ് ഡിഡക്ഷൻ. നമുക്ക് കൺക്ലൂഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഗുഡ് ഡിഡക്ഷൻ എന്ന് നമുക്ക് ഒരിക്കലും പറയാനേ പറ്റൂല. കൺക്ലൂഷൻ നമുക്ക് സൗണ്ട് ആണ് എങ്കിൽ നമുക്ക് ഡിഡക്ഷൻ പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇഫ് ദർ ഈസ് എ ആർഗ്യുമെന്റ് ഈസ് വാലിഡ്, ഡിഡക്ഷന് നമ്മൾ ചെയ്യുന്ന സമയത്ത് ആർഗ്യുമെന്റ് വാലിഡ് ആണെങ്കിൽ പ്രിമിസസും ട്രൂ ആണ്. അപ്പോൾ ഡിഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ അസംഷനെ സ്പെസിഫിക് അസംഷൻ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ജനറൽ ആയിട്ടുള്ള ഒരു സംഭവത്തിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു അസംഷനുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു എക്സാമ്പിൾ കൂടിയാണ്. ഒരു ഷെൽഫിനകത്ത് there are 32 books on the
ടോപ്പ് ഷെൽഫ്, ഒരു ഷെൽഫിന്റെ ഏറ്റവും മുകളിലത്തെ ഷെൽഫിൽ 32 ബുക്സ് ഉണ്ട് ആ ഒരു കേസിൽ. അതുപോലെ തന്നെ 22 ബുക്സ് ആണ് അടുത്ത ലോവർ കേസിൽ വരുന്നത്. പിന്നെ ഉള്ളതിൽ ബുക്സുകൾ ഒറ്റൊന്നുമില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മൊത്തത്തിൽ എത്ര ബുക്സ് ഉണ്ടായിരിക്കും? അപ്പൊ എത്ര ബുക്സ് വന്നു? ടോട്ടൽ 42 ബുക്സ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ നമുക്ക് മൊത്തത്തിലുള്ള എല്ലാ മാനേജേഴ്സും ഹ്യൂമൻ ബീങ്സ് ആണ് ഒരു സ്റ്റേറ്റ്മെന്റ്. അതായത് എല്ലാവരും ഹ്യൂമൻ ബീങ് എന്നാണ് ഒരു സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തത് രവി എന്ന് പറയുന്ന ആള് മാനേജറാണ്, അപ്പം ഹ്യൂമൻ ബീങ് ആണ് ഒരെണ്ണം. രണ്ടാമത്തത് അതിനകത്ത് ഉള്ള രവി എന്ന് പറയുന്നത് മാനേജറാണ്, അപ്പൊ രണ്ടെണ്ണമായി. അപ്പൊ രവി എന്ന് പറയുന്നത് എന്തും കൂടിയാണ്? ഹ്യൂമൻ ബീങ് കൂടി ആണ്. അപ്പൊ അതാണ് ഈ ഡിഡക്ഷന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. എല്ലാ മാനേജേഴ്സും ഹ്യൂമൻ ബീങ് ആണ്. രവി എന്ന് പറയുന്നത് മാനേജറാണ്. അങ്ങനെയാണെങ്കിൽ രവി എന്തും കൂടിയാണ്? ഹ്യൂമൻ ബീങ് കൂടിയാണ്. അപ്പൊ അതാണ് ഡിഡക്ഷന്റെ ആ ഒരു തിയറി എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് പറയുന്നത്. ഇനി ഈ ഡിഡക്ഷൻ തിയറിനെ നമ്മൾ പറഞ്ഞു ഫ്രം ടോപ്പ് ടു ബോട്ടം ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇൻഡക്ഷൻ ഓപ്പോസിറ്റ് ആണെന്നുള്ളത് നിങ്ങൾ ഇവിടെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ ഡിഡക്ഷന്റെ തിയറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നുള്ളത് ഈ ഡയഗ്രാം നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഫസ്റ്റ് തിയറി വരുന്നുണ്ട്, സെക്കൻഡ് വൺ ഹൈപ്പോത്തീസിസ് വരുന്നുണ്ട്, തേർഡ് വൺ ഒബ്സർവേഷൻ വരുന്നുണ്ട്, ഫോർത്ത് വൺ കൺഫർമേഷൻ. ഇങ്ങനെയാണ് ഈ ഒരു തിയറിനെ പറയുന്നത്. അപ്പിന്ന് ഡൗണിലേക്ക് വരിക. ഇത് നേരെ ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ആണ്. അപ്പൊ നമുക്ക് ഇൻഡക്ഷനിൽ അടുത്ത് നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഡിഡക്ഷൻ മെത്തേഡ് ആയിരുന്നു. ഇനി അടുത്തത് പറയുന്നത് എന്താണ് ഇൻഡക്ഷൻ എന്നുള്ളതാണ്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇൻഡക്ഷൻ. അപ്പൊ ഇൻഡക്ഷന്റെ മറ്റൊരു പേരാണ് ഇൻഡക്റ്റീവ് റീസണിങ് ഓർ ലോജിക്. ഇതിനകത്ത് എന്താ പറയുക വെച്ചാൽ ഓരോ ഇൻഡിവിജ്വൽസിനെ കുറിച്ചുള്ള സ്റ്റഡി നടത്തും. ഈ ഇൻഡിവിജ്വൽസിനെ കുറിച്ചുള്ള സ്റ്റഡി എന്നിട്ട് എന്ത് ചെയ്യും? ജനറൽ ആയിട്ട് അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിനെ കുറിച്ചിട്ട് ആദ്യം പഠിക്കുക, അതിന് ശേഷം ഇതിനെ ജനറലി അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ തിയറി ബേസ് ചെയ്തുകൊണ്ട് നമുക്കൊരു ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു ക്ലോവർ, വെർണോൺ ടി ആൻഡ് ഹൊവാർഡ് എൽ ബാസ്ലെ, ഇവർ 3 പേരും മറ്റുള്ള 4 കണ്ടീഷൻസ് ആണ് പറയുന്നത്. 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇത് നമുക്ക് ഇൻഡക്ഷൻ തിയറി എന്ന് പറയാൻ പറ്റും. 4 ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് വൺ, ഒബ്സർവേഷൻ മസ്റ്റ് ബി കറക്റ്റ്ലി പെർഫോംഡ് ആൻഡ് റെക്കോർഡഡ്. ഡാറ്റ കളക്റ്റഡ് ഷുഡ് ബി ആക്യുറേറ്റ്. അതായത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കറക്റ്റ് ആയിട്ട് പെർഫോം ചെയ്യണം, അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്യണം, അതുപോലെ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ആക്യുറേറ്റ് ആയിരിക്കണം. അപ്പം ഒബ്സർവ് ചെയ്യുന്നത് പെർഫോം ചെയ്തിട്ടുണ്ടായിരിക്കണം, റെക്കോർഡ് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം, കളക്ട് ചെയ്തത് ആക്യുറേറ്റ് ആയിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ആണ് ഒബ്സർവേഷൻ മസ്റ്റ് കവർ റെപ്രസെന്റേറ്റീവ് കേസസ് ഡ്രോൺ ഫ്രം എ സ്പെസിഫിക് യൂണിവേഴ്സ്. ഒരു സ്പെസിഫിക് യൂണിവേഴ്സിൽ നിന്നും കവർ ചെയ്തിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ഒരു സ്പെസിഫിക് കേസസിൽ നിന്ന് എടുക്കുന്ന ഒരു റെപ്രസെന്റേറ്റീവ്, അതിൽ നിന്ന് പെട്ട ഒരു സംഭവത്തിനായിരിക്കണം നമ്മൾ ഒബ്സർവേഷൻ ആയിട്ട് എടുക്കേണ്ടത്. നെക്സ്റ്റ് തേർഡ് വൺ ആണ് ഒബ്സർവേഷൻ മസ്റ്റ് കവർ ആൻഡ് ആഡിക്വേറ്റ് നമ്പർ ഓഫ് കേസസ്. ഒബ്സർവ് ചെയ്യുന്നത് നമുക്ക് കുറച്ചധികം ഒരു ആഡിക്വേറ്റ് ആയിട്ടുള്ള കേസസ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു 3-4 കേസസ് ഒക്കെ പറഞ്ഞ പോലെ കുറച്ചധികം നമുക്ക് വേണ്ട ഇൻഡക്ഷന് ഭാഗമായി വരുന്ന രീതിയിലുള്ള കേസസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. Then fourth one, conclusion must be confined to inference drawn from the findings. ഫൈൻഡിങ്സ് എന്താണ്, അതായത് നമ്മളെ കണ്ടെത്തൽ എന്താണോ അത് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ കൺക്ലൂഷനിൽ എത്തേണ്ടത്. ഈ 4 കാര്യങ്ങളും കൂടി ചെയ്യുന്നതിനാണ് നമ്മൾ ഇൻഡക്ഷൻ പറയുന്നത്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബേസിക്കലി സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിന് നമ്മൾ ജനറലോട്ട് മാറ്റുക എന്നുള്ളതാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇൻഡക്ഷന്റെ ഒരു പിക്ചറൈസേഷൻ നിങ്ങൾക്ക് ഈ സൈഡിൽ കൊടുത്ത് കാണാം. നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. ഈ പറഞ്ഞിട്ടുള്ള തിയറി, ഒബ്സർവേഷൻ ഇതൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? നമ്മളെ ഇൻഡക്ഷൻ മെത്തേഡായി. ഇങ്ങനെയാണ് പിക്ചറൈസേഷൻ ആയിട്ട് ഈ ഒരു ഇൻഡക്ഷൻ മെത്തേഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. എന്താണ് ഇൻഡക്ഷനും ഡിഡക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഡിഫറൻസ് ആണ് ഇൻഡക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ മോഡൽ ഇൻ വിച്ച് തിയറീസ് ആർ ഡെവലപ്ഡ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻ. സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്നാണ് ഇൻഡക്ഷൻ തിയറി ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. പക്ഷേ ഡിഡക്ഷൻ റിസർച്ചിനകത്ത് വി സ്റ്റാർട്ട് ഫ്രം ദ എക്സിസ്റ്റിംഗ് തിയറി ആൻഡ് ദെൻ ഫൈൻഡ് ഇറ്റ്സ്
പ്രൂഫ്. അതായത് ഓൾറെഡി ഉള്ള ഒരു തിയറീനെ നമ്മൾ എന്താണ് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ പ്രൂഫ് ഉണ്ടാക്കലാണ് ഡിറ്റക്റ്റീവിൽ വരുന്നത്. ഇൻഡക്ഷനിൽ നമ്മൾ എന്താണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ ഡിഫറൻസ്. രണ്ടാമത്തെ ഡിഫറൻസ്, സെക്കൻഡ് പോയിന്റ്, ഇൻഡക്റ്റീവില് നമ്മൾ റീസണിങ് ഓപ്പൺ എൻഡഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇൻവെസ്റ്റിഗേറ്റീവ് പെർട്ടിക്കുലർലി അറ്റ് ദ ടൈം ഓഫ് ബിഗിനിങ്, തുടക്ക സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേഷൻ നടത്താണ് ഇൻഡക്റ്റീവ് തിയറി റീസണിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഡിക്റ്റേറ്റീവ് റീസണിൽ സാധാരണ രീതിയിൽ സ്പെസിഫിക് ഇൻ നേച്ചർ, ഒരു പ്രത്യേക സംഭവത്തെ കുറിച്ചുള്ള കാര്യത്തെ കുറിച്ചായിരിക്കും നമ്മൾ റീസണിങ് നടത്തുക. അതുപോലെ തന്നെ ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ടെസ്റ്റിംഗ് ആൻഡ് ഹൈപ്പോത്തീസിസ്. ഹൈപ്പോത്തീസിസും ടെസ്റ്റിംഗ് ഒക്കെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും സാധാരണ രീതിയിൽ നമ്മൾ ഡിഡക്ഷനകത്ത് നമ്മൾ തിയറി നടത്തുന്നത്. പക്ഷെ ഇൻഡക്ഷനകത്ത് നമ്മൾ നടത്തുന്നത് പ്രത്യേക രീതിയിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ വെച്ചിട്ട് തന്നെ ആയിരിക്കും നടത്തുക. പക്ഷെ അത് അറ്റ് ദ ടൈം ഓഫ് ബീനിങ്ങിൽ തന്നെ നമ്മളത് നടത്തും. മൂന്നാമത്തേതാണ് എസ്റ്റിമേഷൻ മേ ബി ടേക്കൺ ആസ് ഇൻഡക്റ്റീവ്. എസ്റ്റിമേഷൻ നമ്മൾ ഇൻഡക്റ്റീവ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. പക്ഷെ ടെസ്റ്റിംഗ് ഓഫ് ഹൈപ്പോത്തിസിസ് ഈസ് ടേക്കൺ ആസ് ഡിഡക്റ്റീവ്. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യല് ഡിഡക്റ്റീവിലാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുള്ളത്, എസ്റ്റിമേഷൻ എടുക്കല് ഇൻഡക്റ്റീവിലും ആയിരിക്കും. Then last fourth one, deduction is a top down approach. നമ്മൾ പിക്ചോറിക്കൽ റെപ്രസെന്റേഷനിൽ കണ്ടാൽ തന്നെ അറിയാം, ടോപ്പിൽ നിന്ന് ഡൗണിലേക്കാണ് ഡിഡക്ഷൻ വരുന്നത്, ഇൻഡക്ഷൻ വരുന്നത് ബോട്ടത്തിൽ നിന്നും അപ്പിലേക്കാണ് വരുന്നത്. അപ്പൊ എത്രയാണ് ഇൻഡക്ഷനും ഡിഡക്ഷനും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള 4 ഡിഫറൻസ് പറയുന്നത്.